Hello friends, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഒരു ഡിന്നർ ഡിഷാണ്. ഇതിൻ്റെ പേര് തുർക്കിഷ് ബ്രെഡ് വിത്ത് ചിക്കൻ ഡൈനമൈറ്റ്. എനിക്ക് തോന്നുന്നു ഇത് യൂട്യൂബിൽ ആരും ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. നല്ല അസല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിലാണ് ഞാൻ ബ്രെഡിനുള്ള മാവ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ്ലി 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പാൽ. കുറച്ച് ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് പെട്ടെന്ന് പൊന്തി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളവും പാലും വോമായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം. ഇത് 1:1 ശരിക്കും ഒരു 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്. പിന്നെ ഇത് പുതിയതായിട്ട് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പഴയതല്ല പുതിയതാണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് പുളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് അപ്പോൾ ഭയങ്കരമായിട്ട് പുളിപ്പായതുകൊണ്ട് നമുക്ക് തിന്നാനായിട്ട് കുറച്ച് ഒരു എന്താ പറയുക ഒരു സ്മെല്ല് കൂടി വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പുതിയതായിട്ടുള്ള ഈസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കിട്ടും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഈ ഈസ്റ്റ് ഒരു 15 മിനിറ്റോളം അടുപ്പിൻ്റെ സൈഡിൽ ജസ്റ്റ് നല്ല ചൂടായിട്ടുള്ള വാമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ചൂടില്ല എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് കുറച്ച് വാമായിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 കപ്പ് മൈദയാണ്. ഈ 3 കപ്പ് ഞാൻ ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ബാച്ചസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാവും നല്ലോണം എന്താ പറയുക നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 3 കപ്പ് മാവ് ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ കുറച്ച് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവായിരിക്കും. അപ്പോൾ നമുക്ക് ബ്രെഡിൽ കൂടുതൽ മൈദ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അതുപോലെ തന്നെ ആ ഒരു കൂടുതൽ മൈദ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ് കുറയാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബാച്ച് ബൈ ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിതാ 3 കപ്പ് ടോട്ടൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. താഴെ കുറച്ച് ഓയിൽ തടവിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു സ്ക്രാപ്പറിൻ്റെ ഹെൽപ്പ് കൊണ്ട് എനിക്ക് വേഗം ഇത് ചെയ്ത് കിട്ടാൻ പറ്റി. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ കൂടുതൽ തടവി കൊടുത്താലും മതിയാവും. പിന്നെ ഞാൻ ഈ ബൗളിൻ്റെ സൈഡിലൊക്കെ ഓയിൽ വരച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മേലെ ഒന്നും എക്സ്ട്രാ ഓയിൽ തടകേണ്ടി വന്നിട്ടില്ല. എൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഓയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ആയിട്ടുള്ളൊരു 450 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ചുക്കുപൊടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി കുറച്ച് ചതച്ചതിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ കുറവേ ഇടുന്നുള്ളൂ, കാരണം സോയാ സോസിന് ഓൾറെഡി ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് കൂടണ്ട എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇഷ്ടാനുസരണം ഉപ്പിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഓക്കെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല റെഡ് കളറായിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ചിക്കൻ റെഡി. അപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മാവ് കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമ്മളുടെ ബ്രെഡിൻ്റെ മാവ്. അപ്പോൾ കണ്ടില്ല, നല്ലോണം പൊന്തിയിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ളി പാത്രത്തിൻ്റെ ഏകദേശം ഫുൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ കുറച്ച് പരത്തി വെച്ചിരുന്നത്, കാരണം എൻ്റെ കുറച്ച് പരന്ന പാത്രമാണല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ കയ്യിൽ തടവിയതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഇതൊന്ന് പയ്യെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇനി ഭയങ്കര കൂടുതലായിട്ട് ഈ മാവിന് കുഴക്കാൻ പാടില്ല. കുഴച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കുറച്ചൊരു സോഫ്റ്റ്നെസ് പോകാനും എയർ ബബിൾസൊക്കെ ഉള്ളിൽ നിന്ന് കുറച്ച് വേഗം പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതിന് ശേഷം നമുക്കത് താഴെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം
എത്രയാണ് നമുക്ക് മുറിക്കേണ്ടത്, എത്ര എന്താ ബ്രെഡ് എത്ര എണ്ണമാണ് ബ്രെഡ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത്ര എണ്ണത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഏകദേശം 6 എണ്ണത്തിലാണ് ഇപ്പോൾ കരുതി ഈ മാവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ 6 പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു നൈഫ് കൊണ്ട് എങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും. കാരണം നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അവിടെ കൂടാനുള്ള കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഭയങ്കര സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും കൈ കൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ ബോൾസൊക്കെ ആക്കിയിട്ട് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിൽ കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ബോൾസ് ആയിട്ട് തന്നെ അത് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയതിന് ശേഷം ചെറുതായിട്ട് അവിടെ ഇവിടെ ഒരു കട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു 6 ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരു പാത്രത്തിൽ 5 എണ്ണമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോൾ നമുക്കിനി ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ പരത്തിയെടുത്തതിൽ കുറച്ച് ഒരു 1/2 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടാവും, ഇതിന് കട്ടി ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇതൊന്ന് പൊന്തി വരാനുള്ള ഒരു എന്താ പറയുക, മാവ് അതിൽ വേണമല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കട്ടി കുറഞ്ഞാലും നമുക്കിത് എടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര സോഫ്റ്റാണ് ഈ മാവ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഈ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഫസ്റ്റ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുഞ്ഞു കൊമ്പൾ നന്നായിട്ട് വന്നതിന് ശേഷം നെക്സ്റ്റ് സൈഡിൽ നമുക്കത് തിരിച്ചെടുക്കാം. ഇനി നമുക്കിനി ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണ് നമുക്ക് നല്ലോണം പൊന്തി വരുള്ളൂ. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മളുടെ ബ്രെഡ്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതെല്ലാം ഇപ്പോൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചുട്ടതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ തേക്കുക. ഇപ്പോൾ ഇതാ ബട്ടർ ഞാനിതിൽ ഇട്ടിട്ടേ ഉള്ളൂ. നന്നായിട്ട് മെൽട്ടായിട്ട് തന്നെ വന്നു. കാരണം ഇത് നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ പാനിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, നമ്മൾ ഉണക്കമുളകിൻ്റെ പൊടിച്ചത്, അപ്പോൾ അതൊന്ന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ തുർക്കിഷ് ബ്രെഡിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ബ്രെഡ് ഈസ് റെഡി. അപ്പോൾ നമുക്കിതൊരു കാസ്ട്രോളിൽ വെച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു, 1/4 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തു, അതുപോലെ തന്നെ 1/2 കപ്പ് മൈദ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അരിപ്പൊടി എടുത്താലും മതിയാവും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ അരമണിക്കൂറല്ല അതിൽ കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന സമയം ഫുള്ളത് സൈഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ഇത്തിരി ടൈം കൺസ്യൂമിങ് സംഭവമാണ്. കാരണം ഇത് നമ്മൾ ഓരോ പീസസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ടൈം എടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാനും കൂടി ഈ ചിക്കനിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു മാവാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റിന് കാണാൻ ഭംഗി നമുക്ക് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ എഗ്ഗിൽ മുക്കിയിട്ട് വീണ്ടും അതൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. എല്ലാ പീസും നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഫുൾ ഫ്രൈ ചെയ്തൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഡൈനമൈറ്റ് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മയണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ്, ഞാനിപ്പോൾ ഇതിന് വേണ്ടി ഉണ്ടാക്കിയ മയണൈസാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റെഡ് ചില്ലി സോസ് ഞാനത് ഹോം മെയ്ഡ് അല്ല, റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ്. അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ആണ് അല്ലെങ്കിൽ സ്പൈസി കുറവായിട്ടുള്ള റെഡ് ചില്ലി സോസ് ആണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള സോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഏതായാലും മയണൈസ് ആയാലും കെച്ചപ്പ് ആയാലും നമ്മളുടേതായ ഇഷ്ടാനുസരണം നമുക്കിത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടിപൊളി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, നല്ല ഒരു എക്സ്ട്രീം ടേസ്റ്റാണ് ഇതിന്. കാരണം ഓവർലോഡഡ് മയണൈസ് പ്ലസ് കെച്ചപ്പ്, അതും ഈ ചിക്കൻ ഫ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡൈനമൈറ്റ് റെസിപ്പി. അപ്പോൾ മയണൈസ് ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്രീമി കൂടുതലായിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായാലും നമ്മളുടെ ഇഷ്ടാനുസരണം ഈ ഡൈനമൈറ്റ് സോസ് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇപ്പോൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ മയണൈസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുർക്കിഷ് ബ്രെഡ്, അതുപോലെ തന്നെ നല്ല ചിൽഡ് കുക്കുംബർ, അതിൻ്റെ കൂടെ കുറച്ച് നല്ല ക്രിസ്പി ആൻഡ് ഹോട്ട് ഫ്രഞ്ച് ഫ്രൈസ്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. കുറച്ച് കൂടുതൽ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ആയിട്ട് താഴെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് റിവ്യൂസ് എല്ലാവരും താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അതുവരേക്കും ബൈ.